ഇന്ന് രാത്രി ഈ അടിപ്പുറ്റിലുള്ള ദേശനിവാസികളോട് ഞങ്ങൾ ഉറച്ച സ്വരത്തോടെ പറയുന്നു, നിന്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിപ്പാനിടയായിത്തീർന്നത്. അപ്പോൾ എന്താണ് രക്ഷ എന്ന് പറയുന്നത്? എങ്ങനെയാണ് യേശു നമ്മുടെ രക്ഷകനായി മാറിയത്? എന്തുകൊണ്ടാണ് യേശു മാത്രം രക്ഷകനെന്ന് ഞങ്ങൾ പറയുന്നത്? ബൈബിൾ പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. യേശു മാത്രമാണ് രക്ഷകൻ. യേശു മാത്രമാണ് രക്ഷകൻ. എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ചരിത്രം പഠിച്ചാൽ, മാനവകുലത്തിന്റെ ചരിത്രം പഠിച്ചാൽ, മാനവകുലം അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും കാരണം പാപമാണ്. ദൈവത്തിന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് ഏദൻ തോട്ടത്തിന്റെ നടുവിൽ ദൈവം തിന്നരുതെന്ന് പറഞ്ഞ് നട്ട വൃക്ഷത്തിന്റെ ഫലം ആദാം തിന്നതിനാൽ മാനവകുലം ദൈവത്തോട് പാപം ചെയ്തു. ദൈവത്തിന്റെ ലക്ഷ്യം വിട്ട് അകന്നുപോയ മാനവകുലം, പാപം ചെയ്ത മാനവകുലം ശാപത്തിലേക്കും രോഗത്തിലേക്കും തകർച്ചയിലേക്കും, കുടുംബശാപങ്ങൾ, കുടുംബ തകർച്ചകൾ, എന്തിനേറെ പലവിധമാകുന്ന അനർത്ഥങ്ങൾ, അപകടങ്ങൾ, തകർച്ചകൾ, നിഷ്ക്രിയ സ്വഭാവങ്ങൾ. പല കുടുംബങ്ങളും നമ്മൾ പുറത്തു കാണുമ്പോൾ ചിരിച്ചു കാണിക്കുകയാണ്. പല കുടുംബങ്ങളുടെ മകത്തളങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ, ഞാൻ ഈ ടി വിയിൽ പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷകനായതുകൊണ്ട് അതിനകത്ത് കൗൺസിലിങ്ങിന് ആൾക്കാർ വിളിക്കാറുണ്ട്. സമൂഹത്തിൽ ഉയർന്ന കുടുംബങ്ങൾ ജീവിക്കുന്ന, ഉന്നത കുടുംബങ്ങൾ ജീവിക്കുന്ന പല കുടുംബങ്ങളും തകർച്ചയുടെ വക്കിലാണ്. അവർ ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ്. നിങ്ങൾ കാണുന്ന പല ഡോക്ടർമാര്, നിങ്ങൾ കാണുന്ന പല നേഴ്സുമാര്, സമൂഹത്തിൽ ഉയർന്ന തട്ടിൽ നിൽക്കുന്ന പലരും കാണാൻ ഭംഗിയുണ്ട്, നല്ല സൂട്ടും ബൂട്ടോട്ടൊക്കെ നിൽക്കുന്നവർ, നമ്മളെ പോലെ മാടഭാഷ ഇട്ടല്ല നിൽക്കുന്നവർ. പക്ഷേ അവരുടെ കുടുംബങ്ങൾ പലതും തകർന്നതാണ്. അവർ കൗൺസിലിങ്ങിന് വേണ്ടി വിളിച്ച് മണിക്കൂറുകൾ അവരോട് സംസാരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് അവരെ കെട്ടഴിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, സകല പ്രശ്നത്തിന്റെയും കാരണം പാപം എന്ന് പറയുന്നതാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത്. ലോകം മുഴുവൻ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ രാത്രിയിൽ ഞങ്ങൾ സന്തോഷത്തോടെ പറയാം, യേശു ഭൂമിയിൽ ജനിച്ചത് മാനവകുലത്തിന് ദൈവത്തോടെ ബന്ധത്തിൽ സംഭവിച്ച പാപത്തോടെ ബന്ധത്തിൽ വന്ന സകല രോഗങ്ങളെയും, സകല തകർച്ചകളെയും, സകല ശാപക്കയറുകളെയും, സകല കുടുംബ തകർച്ചകളെയും, സകല അടിമത്തങ്ങളെയും പൊളിച്ച് നിന്നെ പൂർണ്ണമായി രക്ഷിപ്പാൻ, നിന്നെ പൂർണ്ണമായി രക്ഷിപ്പാൻ, നിനക്ക് നിത്യത നൽകുവാൻ യേശു ഈ ഭൂമിയിൽ ജനിച്ചു. യേശു ഈ ഭൂമിയിൽ ജനിച്ചു. ഞാൻ അല്പം മുമ്പ് ഒരു പദം പറഞ്ഞു, ഈ ഭൂമിയിൽ മരിക്കാൻ വേണ്ടി ജനിച്ച ഏക വ്യക്തി യേശു മാത്രമാണ്. ബൈബിൾ പറയുന്ന യേശു ക്രിസ്തുവോ തിരുവെഴുത്തുകളെ പ്രകാരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഈ ഭൂമിയിൽ നമുക്ക് അനേക മരണങ്ങൾ കാണാം, അനേക മരണങ്ങൾ കാണാം. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയത്ത് മാതാവിനുണ്ടാകുന്ന ഏതെങ്കിലും പ്രയാസങ്ങളാൽ ഗർഭാവസ്ഥയിൽ തന്നെ അബോർഷനാകുന്ന അവസ്ഥകളുണ്ട്. ജനനത്തിങ്ങൾ മരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ശൈശവത്തിൽ മരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അല്പം കൂടെ വളരുമ്പോൾ അപകടത്താൽ, രോഗത്താൽ, രക്തസാക്ഷികളായി, വയോധിക മരണമായി, അങ്ങനെ പലവിധ കൊലപാതകങ്ങളായി, അപകട മരണങ്ങളായി, പലവിധത്തിൽ ഈ ഭൂമിയിൽ ആളുകൾ മരിച്ചു വീഴുമ്പോൾ ഒരൊറ്റ വ്യക്തി മാത്രം ഇതിന്റെ നടുവിൽ വ്യത്യസ്തനായിട്ട് മരിച്ചു. യേശുവിന്റെ മരണം ശിശുമരണമല്ല, യേശുവിന്റെ മരണം അത് അപകട മരണമല്ല, യേശുവിന്റെ മരണം അത് ആത്മഹത്യയല്ല, യേശുവിന്റെ മരണം അത് വയോധിക മരണമല്ല. യേശുവിന്റെ മരണം മാത്രം ലോകത്തിലുള്ള കോടാനുകോടി വ്യക്തികളുടെ മരണത്തിലും വ്യത്യസ്തമാണ്. എന്താണ് വ്യത്യസ്തത? അവൻ മാത്രമാണ് മാനവകുലത്തിന്റെ പാപത്തിന് പകരമായി മരിച്ചവൻ. യേശു നമ്മുടെ പാപങ്ങൾക്ക് പകരമായി മരിച്ചു. ഞാൻ ആ വാക്ക് ഒന്ന് വിശദീകരിക്കുന്നത് മനസ്സിലാകും. യേശു നമ്മുടെ പാപങ്ങൾക്ക് പകരമായി മരിച്ചു. രണ്ടാമത് ഒരു കാര്യം കൂടെ ഞാൻ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശു മരിച്ചെന്ന് മാത്രമല്ല, യേശുവിനെ ഒരു കല്ലറയിൽ അടക്കി എന്ന് മാത്രമല്ല, അടക്കിയ കല്ലറയിൽ നിന്ന് മൂന്നാം ആൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഞാൻ ലോകരാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഇന്ത്യയിലെ ഡൽഹിയിൽ ചെന്നപ്പോൾ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് മുതൽ ഈ രാജ്യത്തിന്റെ സമുന്നത പദവികൾ അലങ്കരിച്ച പലരുടെയും ശവകുടീരങ്ങൾ കണ്ടു. ആ കുടീരങ്ങൾ മുഴുവൻ അടഞ്ഞു കിടക്കുമ്പോൾ അവൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു കിടക്കുന്ന, തുറന്നു കിടക്കുന്ന ലോകത്തിൽ ഏതെങ്കിലും ഒരു കല്ലറയുണ്ടെങ്കിൽ അത് യേശുവിന്റെ കല്ലറ മാത്രമാണ്. ആ കല്ലറയിൽ അവൻ അവിടെ ഇല്ല. അവന്റെ പ്രത്യേകത, അവൻ മരണത്തെ ജയിച്ച് പാതാളത്തെ തുറന്ന് കല്ലറയെ പൊളിച്ച് യേശു ഉയർത്തെഴുന്നേറ്റവനാണ്. ഹല്ലേലൂയ. യേശു 2000 വർഷം മുമ്പ്
ബെത്ലഹേമിൽ ഒരു പുൽത്തൊട്ടിലിൽ അവനെ ജനിച്ചവനെ കിടത്തി. അവൻ നസ്രത്തിൽ വളർന്നു. അവൻ യെരൂശലേമിൽ ശുശ്രൂഷിച്ചു. അവൻ പലസ്തീന്റെ മണ്ണിൽ അവൻ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും അവൻ ദൈവത്തിന്റെ ശക്തിയോട് തെളിയിച്ചു. ഒടുവിൽ മുഴുവൻ മാനവകുലത്തിന്റെയും പാപത്തെ ചുമന്നുകൊണ്ട്, യോഹന്നാന്റെ ഭാഷ ഞാൻ പറഞ്ഞാൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി യേശു ക്രിസ്തു കാൽവരി മരിച്ചു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ കടുഞ്ചുവപ്പായിരുന്നാലോ, നിങ്ങൾ ജീവിതത്തിൽ എത്ര വലിയ പാപത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിലോ, ഇന്ന് രാത്രി ഞാൻ ഉറപ്പോടെ പറയാം, നിന്റെ പാപങ്ങൾക്ക് പകരമായി നിനക്ക് വേണ്ടി മരിച്ച ഏക വ്യക്തി അത് യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശു മരിച്ചവൻ, ആ യേശു ജനിച്ചവനേക്കാൾ എനിക്ക് സന്തോഷം മരിച്ചവനാണ്. ഹലോ, തെറ്റിദ്ധരിക്കരുമെന്നെ. യേശു ജനിച്ചിരുമെങ്കിൽ എനിക്ക് രക്ഷിക്കപ്പെടാൻ പറ്റുകയില്ലായിരുന്നു. യേശു ജനിച്ചിരുമെങ്കിൽ എന്റെ മരകം മാറിപ്പോകില്ലായിരുന്നു. യേശു ജനിച്ചിരുമെങ്കിൽ അവൻ യേശു ജനിക്കുക മാത്രമേ ചെയ്തിരുന്നുവെങ്കിൽ എന്റെ രോഗം സൗഖ്യമാകില്ലായിരുന്നു. എന്നെ രക്ഷിച്ചവർ യേശുവിന്റെ മരണ അടക്ക പുനരുദ്ധാനമാണ്. എന്റെ പാപങ്ങൾക്ക് പകരമായി, എന്റെ രോഗങ്ങൾക്ക് പകരമായി, എന്റെ ശാപത്തിന് പകരമായി വീട്ടിൽ കിടന്നുറങ്ങാതെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലോ തൃശൂർ ശക്തൻ തമ്പുരാൻ തൃശൂർ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലോ രാത്രി കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായ എന്നെ സ്നേഹിച്ച് എനിക്ക് പകരമായി മരിച്ച ഏതെങ്കിലും ഒരു വ്യക്തി ചരിത്രത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നെങ്കിൽ അവന്റെ യേശു മാത്രമാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ അടുപ്പുറ്റിയുടെ പ്രാന്തപ്രദേശത്തിൽ ഇരുന്നുകൊണ്ട്, നിങ്ങളുടെ സ്വഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ നിങ്ങൾ ഒരുങ്ങുകയാണ്. നാളെ രാത്രി നമ്മൾ ഒന്നുകൂടെ അടിച്ച് തകർത്ത് പൊളിക്കും. അല്ല, എത്രത്തോളം സൗകര്യങ്ങളുണ്ടോ, എത്രത്തോളം സാവകാശങ്ങളുണ്ടോ, അത് മുഴുവൻ എടുത്തുകൊണ്ട് നമ്മൾ മാത്രമല്ല, ലോകം മുഴുവൻ യേശുവിന്റെ ജനനത്തെ ആഘോഷിക്കുമ്പോൾ ആ ജനനത്തിന്റെ ആഘോഷം നിങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾക്ക് ഒരു വാക്കിനോട് പറയാറുണ്ട്: യേശു ജനിച്ചത് നിനക്ക് പകരമായി മരിക്കാനാണ്. അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു. മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ ലോകത്തിലെ ഏക വ്യക്തി അത് യേശു ക്രിസ്തു മാത്രമാണ്. അവൻ ഉയർക്കുക മാത്രമല്ല, തുടർന്നുള്ള 40 ദിവസക്കാലം ശിഷ്യന്മാർക്കും പലർക്കും അവൻ പ്രത്യക്ഷപ്പെട്ടു. കൃപയാൽ എനിക്ക് ആ സ്ഥലങ്ങളെല്ലാം പോയി കാണാനുള്ള കർത്താവ് കൃപ നൽകി. ഒലിമലയുടെ മുകളിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു ദിവസം 40ാമത്തെ ദിവസം സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്തു. ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഒന്ന് പൊന്തിപ്പോയാൽ നിങ്ങൾ എന്താ ചിന്തിക്കുക? ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒലിമലയിൽ താൻ ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് താൻ ആകാശത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. ആകാശത്തിലേക്ക് പൊന്തിപ്പോകുന്ന യേശുവിനെ നോക്കി ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് 2 ദൂതന്മാർ പ്രത്യക്ഷനായി. പണ്ട് യേശുവിന്റെ ജനനത്തിങ്കൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറയാൻ ദൈവം അയച്ച ദൂതഗണത്തിൽ ചിലർ അവിടെ പ്രത്യക്ഷനായി. അവർ വീണ്ടും പറഞ്ഞു: നിങ്ങൾ ഈ പോകുന്ന, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നുമ്പ് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുക. ഈ യേശു അവൻ പോയതുപോലെ രണ്ടാമത് വരും. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത. നമ്മുടെ അരുമനാഥൻ ഇനി രണ്ടാമത് ഒരിക്കൽ കൂടെ വരും. നിങ്ങൾ പത്രമാധ്യമങ്ങൾ വായിക്കുന്നവരാണല്ലോ. പത്രമാധ്യമങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു സന്ദേശമുണ്ട്: ലോകരാജ്യങ്ങളെ മുഴുവൻ നോക്കിയേ 2 പക്ഷമാക്കിക്കൊണ്ട് ഇസ്രായേലും പലസ്തീനും തമ്മിൽ ശക്തമായ പ്രശ്നം നടക്കുകയാണ്. ഞാൻ അതിനകത്തൊരു പക്ഷം പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഈ യുദ്ധം യേശുവിന്റെ രണ്ടാമത്തെ വരവിന്റെ അടയാളമാണ്. അതെന്താ അങ്ങനെ പറഞ്ഞത്? ബൈബിൾ പറയുന്നുണ്ട്, യേശു രണ്ടാമത് വരുന്ന സമയത്ത് യഹൂദന്മാർ, ഇസ്രായേൽ മക്കൾ, അവർക്ക് രക്ഷപ്പെടുവാൻ ഒരു വഴിയില്ലാതെ അവരെ സ്വദേശം വിട്ട് അവർ പാറകളിലേക്കും ഗുഹനങ്ങളിലേക്കും കാടുകളിലേക്കും ഓടിപ്പോകേണ്ട അവസ്ഥ വരും. ഒടുവിൽ അവർ കുത്യമെങ്കിലേക്ക് നോക്കും. ആ സമയത്ത് യേശു ക്രിസ്തു രണ്ടാമത് വരും. അവർ കുത്യമെങ്കിലേക്ക് നോക്കും. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ അങ്ങനെ തന്നെ പറയുന്നു: യേശു രണ്ടാമത് വന്നിരിക്കും. നമുക്കറിയാം, ലോകരാജ്യങ്ങൾ മുഴുവൻ 2 പക്ഷമായി നിന്ന്, ഒരു പക്ഷം പലസ്തീനെയും ഒരു പക്ഷം ഇസ്രായേലിനെയും പരോക്ഷം പ്രത്യക്ഷത്തിലും പരോക്ഷമായൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ പിന്താങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ശ്രമിച്ചോ, ഇസ്രായേലിലെ പ്രത്യക്ഷമായി പിന്താങ്ങുന്നവരുടെ എണ്ണം കുറയുന്നു. ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവരെ പുറകിൽ നിന്ന് അമേരിക്ക പോലും കൈവിടുന്നു. കാരണം എല്ലാവരും ഇസ്രായേലിനെതിരായി തിരിയുന്നു. ഞാൻ യുദ്ധം പറയാൻ വേണ്ടി വന്നതല്ല, ഞാൻ യേശുവിന്റെ ജനനം പറയാൻ വേണ്ടി വന്നതാണ്. ആ ജനിച്ച യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് പുൽത്തൊട്ടിലിൽ ജനിച്ച യേശു അല്ല, കിടത്തിയ യേശു അവൻ വരാൻ സമയമായി.
ആ യേശു വരുമ്പോൾ ബൈബിൾ പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ബൈബിൾ പറയുന്നു, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെട്ട് യേശുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. ആദ്യം യേശു ജനിച്ചവ സ്ത്രീയുടെ സന്തതിയായി അവൻ ബെത്ലഹേമിൽ ജനിച്ചു. പുൽത്തൊട്ടിയിൽ അവനെ കിടത്തി. എന്നാൽ ഇനി യേശു വരുന്നത് മനുഷ്യനായിട്ടല്ല കേട്ടോ. ഇനി യേശു വരുന്നത് അവന്റെ തേജസ്സോടുകൂടിയാണ്. അവന്റെ മഹാ തേജസ്സോടുകൂടി അവൻ ഇറങ്ങി വന്ന് ഈ ഭൂമിയിലെ ജനവർഗത്തെ അവൻ ന്യായം വിധിക്കോ. ആ യേശു വരാൻ സമയമായി. 2023 സമാപന മാസത്തിൽ, ഈ ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് ആഘോഷമായി ആഘോഷിക്കുന്ന അടുപ്പട്ടി നിവാസികളോട് ഞങ്ങളൊരു സന്തോഷ വാർത്ത പറയുന്നു. നമ്മുടെ യേശു വരാറായി. ഹല്ലേലൂയ. ആ യേശുവിന്റെ വരവിന് മുമ്പ് ബൈബിൾ പറയുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ അവൻ ഉയർപ്പിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് നേരത്തെ പാട്ടുപാടി, നിങ്ങളെ പാട്ടുപാടിയപ്പോൾ നിങ്ങൾക്ക് രസം തോന്നി. സൂപ്പർ നാച്ചുറൽ ആണ്. അതെ, സൂപ്പർ നാച്ചുറലാ. ഇത് സൂപ്പർ നാച്ചുറലാ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോ നിന്റെ വിശ്വാസം സൂപ്പർ നാച്ചുറലാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പോളിയോ വന്ന് വലത്തേക്കാൾ പോളിയോ വന്ന് 9 മാസം ഇണഞ്ഞു വളർന്ന സഹോദരൻ ഞാൻ നോക്കിയേ, ഈ അവിടുന്ന് ഇവിടുന്ന് വന്ന് ഏതെങ്കിലും ഒരു കള്ളസാക്ഷി പറഞ്ഞു പോകുന്ന ആളല്ല. ഞാൻ തൃശ്ശൂരിൽ ജനിച്ച ആളാണ്, തൃശ്ശൂർ ജീവിച്ച ആളാണ്. എല്ലാ വർഷവും 2-3 പ്രാവശ്യം കുന്നുകുളത്തിന്റെ ആന്റിയുടെ വീട്ടിൽ ഞാൻ വരാറുണ്ട്. ഞാൻ ധൈര്യത്തോടെ പറയാം, യേശു ഇന്നും നിങ്ങളെ സൗഖ്യമാക്കുന്നവനാണ്. ഈ രാത്രി, ഈ ക്രിസ്മസ് ഈ ക്രിസ്മസ് ആഘോഷ രാത്രിയിൽ ഞങ്ങൾ ധൈര്യത്തോടെ പറയും, യേശു നിന്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ചു. യേശു നിന്റെ രോഗങ്ങൾക്ക് പകരമായി മരിച്ചു. ഈ കേൾക്കുന്ന നിന്റെ ഭവനത്തിൽ നിന്നുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാമെങ്കിൽ ഇന്ന് രാത്രി യേശുവിനെ സൗഖ്യമാക്കുവാൻ വിശ്വസ്തനാണ്. ഞങ്ങളുടെ കൂടെ ഓമന എന്ന് പറഞ്ഞ സഹോദരി, ഞാൻ ചില മാസങ്ങളായിട്ടുള്ള സിസ്റ്ററെ പരിചയപ്പെട്ടിട്ട് തൃശ്ശൂരിലുള്ള ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിനകത്ത് ആ സിസ്റ്റർ ചില മാസം മുമ്പ് വരാൻ തുടങ്ങി. കഴിഞ്ഞ 20 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ താന് ആ പ്രാർത്ഥന വന്ന ശേഷം താൻ ആ ഉപവാസ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദിവസം തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്റെ കാലിൽ പ്രത്യേകമായ ശക്തി വന്നു. വൈദ്യശാസ്ത്രം മരിക്കാൻ താൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ സിസ്റ്ററാണ്. തന്റെ കാലിനകത്ത് ലിഗ്മെന്റിന് പ്രയാസം വന്ന് ഡോക്ടർമാർ മേജർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഈ സഹോദരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങി വന്ന ദൈവശക്തിയാൽ ദൈവം എന്നെ പൂർണ്ണമായി സൗഖ്യമാക്കി. ഇന്നും യേശു സൗഖ്യമാക്കുന്നവനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എന്നെ ചികിത്സിച്ച ഡോക്ടറാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ രവീന്ദ്രൻ ഡോക്ടർ, PG ഗോപിനാഥ് ഡോക്ടർ, ജില്ലാ ഹോസ്പിറ്റലിലെ ഡോക്ടർ. ഈ 2 ഡോക്ടർമാർ എന്നെ ചികിത്സിച്ചതാണ്. ഞാനൊരു സന്തോഷ വാർത്ത പറയാം. വൈദ്യശാസ്ത്രം പള്ളിക്കളഞ്ഞ് എന്നെ യേശു അത്ഭുതമായി സൗഖ്യമാക്കി. എന്റെ വാക്കുകളോട് വിരാമം കുറിക്കുകയാണ്. എല്ലാ രോഗവും സൗഖ്യമാകുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. സൗഖ്യമാകാതെ മരിച്ച ഇഷ്ടപ്രകാരം ആൾക്കാരുണ്ട്. പക്ഷെ വിശ്വസിക്കുന്നവരെ ഇന്നും കർത്താവ് സൗഖ്യമാക്കും. എന്റെ വാക്കുകളോട് വിരാമം കുറിക്കുകയാണ്. ഈ യേശു നമുക്ക് വേണ്ടി ജനിച്ചു. യേശു നമുക്ക് വേണ്ടി ജീവിച്ചു. അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു. ആ യേശു പറഞ്ഞു, ഞാൻ രണ്ടാമത് വരും. ആ യേശുവിന്റെ വരവെങ്കിൽ തന്നിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാരെ അവൻ വീണ്ടും നിത്യവിലേക്ക് ചേർക്കും. ആ യേശുവിന്റെ വരവെങ്കിൽ നീ ചേർക്കപ്പെടുമോ? അല്ല, ഇന്ന് മരിച്ചാൽ നിന്റെ നിത്യത എവിടെയായിത്തീരും? സഹോദര, ഈ ആഘോഷങ്ങളെല്ലാം ചില ദിവസങ്ങൾ കഴിയുമ്പോൾ കഴിയും. ചില മണിക്കൂറുകൾക്കപ്പുറം ആഘോഷം അവസാനിക്കും. ഒറ്റ ചോദ്യം സഹോദര, ഇന്ന് മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ചെല്ലും? നിന്റെ ആത്മാവിന് മോക്ഷം ഉണ്ടാകുമോ? നിന്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകുമോ? നിന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടിയാണ് യേശു ഭൂമിയിൽ ജനിച്ചവർ, അവൻ ജീവിച്ചവർ, അവൻ മരിച്ചവർ, അവൻ ഉയർത്തെഴുന്നേറ്റവർ. ആ യേശുവിനോട് നിന്റെ ഭവനത്തിൽ നിന്നുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാമെങ്കിൽ, നീ ഒരു മതത്തിലും ചേരണ്ട, ഒരു പള്ളിയിലും നീ പോണ്ട, നിന്റെ വീട്ടിൽ നിന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാമെങ്കിൽ, എന്നെ രക്ഷിച്ച യേശു നിന്റെ മുറിക്കകത്ത് ഇറങ്ങി വരും. അവൻ നിന്നെ സൗഖ്യമാക്കും, അവൻ നിന്നെ സ്പർശിക്കും, അവൻ നിന്നെ തൊടും. ഞാൻ നേരത്തെ പറഞ്ഞ, ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറായി, ബസ് കണ്ടക്ടറായി, മദ്യം കഴിച്ച് റോട്ടിൽ നിൽക്കാൻ കഴിയുന്ന വീണ വ്യക്തിയാണ് ഞാൻ. പക്ഷേ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ഇറങ്ങി വന്നൊരു യേശു ഉണ്ട്. ആ യേശു ഇന്ന് രാത്രി നിങ്ങളെ സ്നേഹപൂർവ്വം വിളിക്കുകയാണ്. ഈ ക്രിസ്മസ് രാവ് നിങ്ങൾക്ക് ഒരാഘോഷമാകട്ടെ. സാക്ഷാൽ ക്രിസ്തു നിങ്ങളുടെ അകത്ത് ജനിക്കട്ടെ. ബൈബിൾ പറയുന്നു, യേശു ക്രിസ്തു ബെത്ലഹേമിൽ ജനിച്ചതല്ല വലിയ കാര്യം. ബൈബിൾ പറയുന്നു, ഒരുവൻ യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ച് യേശുവേ ഞാൻ പിന്നെ എന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയാണെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ, ആ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിൽ ജനിച്ച യേശു നിന്റെ ആത്മാവിൽ ജനിക്കുകയാണ്. ആ യേശു നിന്നിൽ വസിക്കും, ആ യേശു നിന്നിൽ വളരും, ആ യേശു നിന്നെ അവനോളം വളർത്തും. പിന്നെ സകല രോഗങ്ങളെയും സകല ശാപങ്ങളെയും അവൻ സൗഖ്യമാക്കും, അവൻ നിന്നെ വിടുവിക്കും.
നിന്നെ അവൻ ഉയർത്തും, നിന്നെ അവൻ മാനിക്കും, അവൻ നിന്നെ സൗഖ്യമാക്കും. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കണ്ണും അടച്ചാൽ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതൊരു പരസ്യ സ്ഥലമാകിയാൽ ഞാൻ നിങ്ങളെ ഈ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് വരാൻ വേണ്ടി വിളിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ പലരും നിങ്ങളുടെ ഭവനങ്ങളുടെ തിണ്ണകളിൽ ഇരുന്നു കൊണ്ട്, റോഡുകളിൽ ഇരുന്നു കൊണ്ട്, ഭവനങ്ങളുടെ അകത്തിരുന്നു കൊണ്ട് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഞാൻ വലിയ പ്രസംഗമൊന്നുമല്ല പ്രസംഗിച്ചത്. എന്റെ ജീവിതാനുഭവത്തോട് ബന്ധത്തിൽ ചേർത്ത് ചില കാര്യങ്ങൾ പറയുകയായിരുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരുന്ന ആർക്കെങ്കിലും, യേശുവേ, നീ എന്റെ പാപങ്ങൾക്ക് പകരമായിട്ടാണ് മരിച്ചത്, നീ എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, നീ എന്നെ രക്ഷിപ്പാനാണ് മുമ്പിൽ ജനിച്ചത്, എനിക്ക് നിന്റെ മകനായി ജീവിക്കണം, ഞാൻ രോഗിയാണ്, ഞാൻ ശാപത്തിലാണ്, ഞാനൊരു തകർച്ചയിലാണ്, എന്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനമില്ല, എനിക്ക് സ്വസ്ഥതയില്ല, ഞാൻ അടിമത്തത്തിലാണ്, എന്നെ സഹായിക്കണമേ, എന്നെ വിടുവിക്കണമേ. ഒരു വാക്ക് പ്രാർത്ഥിക്കാമെങ്കിൽ നിന്റെ മുറിക്കകത്ത് ഇറങ്ങി വന്ന് നിന്നെ വിടുവിപ്പാൻ കരുത്തുള്ള ഏക വ്യക്തി ആ യേശു ക്രിസ്തു ഇന്ന് രാത്രി എന്നെ തൊടും. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് അവിടെ പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാത്രിയിൽ, ഈ ക്രിസ്മസ് രാവിലെ, ഈ അടുപ്പിന്റെ ദേശം ഞങ്ങളോട് അങ്ങ് സംസാരിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഈ ദേശത്തെ അങ്ങ് സ്നേഹിക്കുന്നല്ലോ. എത്രയോ യൗവനക്കാർ ഈ ദേശത്തുണ്ട്, നല്ല മക്കൾ കർത്താവേ, എത്രയോ കുടുംബങ്ങൾ ഈ ദേശത്തുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. ഈ ദേശം, ഈ കുന്നംകുളം പ്രദേശം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമായി മാറട്ടെ കർത്താവ്. ഞങ്ങൾ ഇവിടെയുള്ള മക്കളെ മുഴുവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ശബ്ദപ്രതിക്കകത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നെങ്കിൽ കർത്താവേ, അങ്ങവരെ സൗഖ്യമാക്കണമേ, അങ്ങവരെ വിടുവിക്കണമേ, അങ്ങവരെ സഹായിക്കണം, അങ്ങവരെ കുടുംബങ്ങളെ അനുഗ്രഹമാക്കി മാറ്റണമേ. ഈ ക്രിസ്മസ് യഥാർത്ഥ ക്രിസ്തുവിനോടുകൂടെ ജീവിതം ആരംഭിപ്പാൻ അങ്ങവരെ സഹായിക്കണമേ. ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കുഞ്ഞാടിന് പ്രാർത്ഥന കണ്ടവനായ സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്ക് ഞങ്ങളിതൊരു ക്രിസ്മസ് സന്ദേശമാകിയാൽ, ക്രിസ്മസ് കരോൾ ട്രിപ്പ് ആകിയാൽ വളരെ ചുരുങ്ങിയ വാക്കുകളാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും വിഷയം സംബന്ധിച്ച് ഒരു പ്രാർത്ഥനയോ അല്ല, നിങ്ങൾക്ക് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഞങ്ങളുടെ ശാലം ഗ്ലോബൽ ഫാമിലിയുടെ കുന്നംകുളം യൂണിറ്റിന്റെ നേതൃത്വം കൊടുക്കുന്ന പ്രിയ സഹോദരൻ, പ്രിയ ജിബിലൂടെയുണ്ട്. നിങ്ങൾക്ക് പ്രിയ സഹോദരനുമായിട്ട് പരിചയപ്പെടാം, ബന്ധപ്പെടാം. ഞങ്ങളുടെ ഒരു പുതുവത്സര ആശംസകൾ, ക്രിസ്മസ് ആശംസകൾ എന്ന് പറഞ്ഞൊരു ട്രാക്ട് ഞങ്ങളുടെ വിതരണം ചെയ്യുന്നുണ്ട്. അതിനകത്ത് അതിന്റെ പുറകിൽ പ്രിയ ബ്രദർ ജിബിന്റെ പേരുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും സംശയങ്ങളോ ഏതെങ്കിലും പ്രാർത്ഥന ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെടാം. നിങ്ങൾ ഞങ്ങളെ വിളിക്കാം. ഏത് സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. കർത്താവ് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ഒരു പാട്ടിന്റെ അടികൾ കൂടെ ചേർന്ന് പാടി ഒരുമിച്ച് കർത്താവിന് മഹത്വം കൊടുത്തു. ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമുണ്ടെങ്കിൽ ഒരുമിച്ച് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിന് മഹത്വം കൊടുക്കാം.